എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ബിഗ് ബോസ് സീസൺ 6 എപ്പിസോഡ് 58 റിവ്യൂ ആണ്. രാവിലെ തന്നെ ജാസ്മിൻ ഗബ്രീൻ്റെ ഫോട്ടോ നോക്കിയിട്ട് സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. നീ സീക്രട്ട് റൂമിലാണെന്നാണ് വിചാരിക്കുന്നത്, ഏതായാലും ഒരാഴ്ച നോക്കാം, എന്നെക്കൊണ്ട് ഇവിടെ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. സത്യം പറയട്ടെ, എനിക്ക് ജാസ്മിൻ്റെ ഇന്ന് രാവിലെ തൊട്ടുള്ള ഒരു ഗബ്രി പോയതിലുള്ള വിഷമം കാണിക്കുന്നതിൽ എനിക്കൊരു ജെന്യൂനിറ്റിയും ഫീൽ ചെയ്തിട്ടില്ല. ഞാൻ എൻ്റെ കാര്യമാണ് പറയണേ, എനിക്ക് ഒരു ജെന്യൂനിറ്റിയും ഫീൽ ചെയ്തിട്ടില്ല. പ്രത്യേകിച്ച് അപ്സരയും ജാസ്മിനെയും കൂടി ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് ജാസ്മിൻ്റെ ഫേഷ്യൽ എക്സ്പ്രഷൻ, അതായത് നമ്മുടെ ഉള്ളിൽ വേറൊരു ഇമോഷൻ, പക്ഷെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വേറൊരു ഇമോഷനെ പറ്റിയിട്ട്, അതിലെന്തോ ഒരു കള്ളത്തരം ഒളിപ്പിച്ച് വെച്ചിട്ട് സംസാരിക്കുന്നത് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ ഗബ്രിയുടെ കാര്യത്തിലുള്ള ജാസ്മിൻ്റെ ഒരു വിഷമത്തിലോ അല്ലെങ്കിൽ ആ വിഷമം കാണിക്കുന്നതിലോ എനിക്കൊരു ജെന്യൂനിറ്റി ഫീൽ ചെയ്യുന്നില്ല. അപ്പോൾ ജാസ്മിൻ രാവിലെ തൊട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഗബ്രി സീക്രട്ട് റൂമിലായിരിക്കാം എന്നുള്ള ഒരു രീതിയിലൊക്കെയാണ്. അപ്പോൾ അപ്സരേൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു, ഞാൻ ഒരാഴ്ച നോക്കും, അത് കഴിഞ്ഞിട്ട് വന്നില്ലെങ്കിൽ അതിൻ്റെ അടുത്ത ആഴ്ച എനിക്ക് തിരിച്ചു പോകണം എന്നൊക്കെ ഉള്ള രീതിയിൽ. അത് കഴിഞ്ഞിട്ട് റസ്മിനും ജാസ്മിനും കൂടി ഇരുന്ന് സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ റസ്മിന് കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ അഭിഷേക് ശ്രീകുമാർ പറഞ്ഞു കൊടുത്തിട്ടുള്ള കുറച്ച് ക്ലൂസ്, പിന്നെ റസ്മിൻ തന്നെ പറയുന്നുണ്ട്, ഞാൻ ഒബ്സർവ് ചെയ്തിട്ടുള്ള പല കാര്യങ്ങളുമൊക്കെ കണക്ട് ചെയ്യുമ്പോൾ എനിക്ക് പലതും തോന്നുന്നുണ്ട്. അപ്പോൾ ജാസ്മിൻ്റെ അടുത്ത് ഇരുന്ന് സംസാരിക്കുകയാണ് റസ്മിൻ ജാസ്മിനോട് പറയുകയാണ്, നിങ്ങൾ പ്രീ പ്ലാൻഡ് ആണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ജാസ്മിൻ ഒന്നും മനസ്സിലാവാത്തതുപോലെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, എന്ത് എന്ന് ചോദിച്ചപ്പോൾ, അല്ല നീയും ഗബ്രിയും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് അത് പ്രീ പ്ലാൻഡ് ആയിരുന്നോ എന്നുള്ളത്. അപ്പോൾ ജാസ്മിൻ നീ എന്താ അങ്ങനെ ചോദിക്കുന്നതെന്ന് ചോദിക്കുമ്പം, അല്ല എനിക്ക് ഉള്ള അങ്ങനെ ഞാൻ ഒബ്സർവ് ചെയ്തതൊക്കെ അങ്ങനെ ആലോചിച്ച് നോക്കുമ്പം, അല്ല നിങ്ങൾ നിൽക്കുന്ന രീതിയൊക്കെ നോക്കുമ്പോൾ ചില സമയത്ത് എനിക്ക് എന്നെ എടുത്തിട്ട് അടിക്കാൻ തോന്നിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് നിങ്ങളിത് ഉദ്ദേശിക്കുന്നതെന്നൊക്കെ എനിക്കും ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ റസ്മിൻ്റെ അടുത്ത് ജാസ്മിൻ പറയുന്നത്, വേറെ ആര് ചോദിച്ചാലും കുഴപ്പമില്ല, ഇതിപ്പോൾ നീ ചോദിക്കുമ്പം എനിക്കൊന്നും പറയാനില്ല എന്ന് പറഞ്ഞ് എണീറ്റ് പോയിട്ട് ഗബ്രിയുടെ ഫോട്ടോ നോക്കിയിട്ട് അവിടെ ഇരുന്ന് അവൾ എല്ലാം കണ്ടതല്ലേടാ, അവളിങ്ങനെ ചോദിക്കാൻ പാടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. കൂടെ നിന്നവർക്ക് വരെ സംശയം തോന്നിയിട്ടും ജാസ്മിൻ പറയുന്നത് എനിക്കും അവനും സത്യം അറിയാം എന്നുള്ളതാണ്. പ്രത്യേകിച്ച് അതിനെപ്പറ്റിയൊന്നും പറയാനില്ല. ഏതായാലും എനിക്ക് ആ ഫീലിങ്സിൽ വലിയ ഒരു അതായത് ഗബ്രി പോയതിൽ ജാസ്മിനൊരു വിഷമമുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. അത് കഴിഞ്ഞിട്ട് അൻസിബ ഋഷിക്ക് ക്ലാസ് എടുത്ത് കൊടുക്കുകയാണ്, എന്തൊക്കെ ചെയ്യണം, ഏതൊക്കെ ടീമിൽ ആരെയൊക്കെ ഇടണം എന്നൊക്കെ ഉള്ളത്. ഇല്ലെന്ന് മറ്റേ പാവക്കൂത്തില്ലേ പുറകിൽ നിന്നിട്ട് ചരട് വലിക്കുന്നത്, അൻസിബ ഏത് പാട്ട് എങ്ങനെ പാടണമെന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നോ അത് അതേപോലെ പോയി മറ്റുള്ളവരുടെ മുന്നിൽ പാടുക എന്നുള്ളതാണ് ഋഷീൻ്റെ ഇപ്പോഴത്തെ ഡ്യൂട്ടി. അതല്ലാതെ ഋഷിക്ക് അവിടെ സ്വന്തമായിട്ട് ഒരു അഭിപ്രായം ഇല്ലാത്ത ഒരാളാണ്. അൻസിബ ചരട് വലിക്കുന്നതിനനുസരിച്ച് ആടുക എന്നുള്ളതാണ് ഋഷീൻ്റെ ഇപ്പോഴത്തെ ഡ്യൂട്ടി. അത് കഴിഞ്ഞിട്ട് സിജോയും അർജുനും കൂടെ ഇരുന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ സിജോ പറയാണ്, ഗബ്രി പുറത്തു പോകാനുള്ള മെയിൻ റീസൺ ജാസ്മിനാണ്. അപ്പോൾ അർജുനും അതെ ജാസ്മിൻ തന്നെ എന്ന് പറയുന്നു. അപ്പോൾ സിജോ പറയുന്നത്, ഇൻഡിവിജ്വലായിട്ട് അവൻ നിന്ന് കളിച്ചിരുന്നെങ്കിൽ അവനിപ്പോൾ പോകത്തില്ലായിരുന്നു എന്ന്. അപ്സരയും റസ്മിനും ഇതേ കാര്യം തന്നെ പറയുന്നു. അപ്സര പറയുന്നു, ഇത് ആദ്യം കളിയായിരുന്നു, ഇതിപ്പോൾ കളി കാര്യമായതാണ്, അതിപ്പോൾ കഴിച്ചിട്ട് ഇറക്കാനും പറ്റാത്തൊരവസ്ഥയാണ്. അത് കഴിഞ്ഞിട്ട് ജാസ്മിൻ്റെ കാര്യം തന്നെ ഋഷിയും അൻസിബയും നോറയും കൂടെ സംസാരിക്കുകയാണ്. അപ്പോൾ നോറയിൽ പറയുന്നത്, ഈ സ്വിച്ച് ഇട്ടതുപോലെയൊക്കെ ഇമോഷൻസ് മാറ്റാൻ പറ്റുമെന്നൊക്കെ. ഇത് നോറ തന്നെയല്ലേ ചോദിക്കുന്നത്. അപ്പോൾ അൻസിബ അവിടെ നിന്ന് മാറാൻ പറ്റൂല, മനുഷ്യന്മാർക്ക് അങ്ങനെ മാറാൻ പറ്റൂല, റോബോട്ട്സിന് മാത്രമേ പറ്റുള്ളൂ എന്നൊക്കെ അത് എപ്പിസോഡിലുണ്ടായിരുന്നില്ല, ലൈവിലുണ്ടായിരുന്നു. അപ്പം ഞാനിത് നോറ തന്നെ ഇത് പറയണം എന്ന് ഞാനപ്പോൾ ആലോചിച്ചു. അത് കഴിഞ്ഞിട്ട് പുതിയ ക്യാപ്റ്റനായിട്ട് ഋഷി ചുമതല ഏറ്റെടുക്കുകയാണ്. അപ്പം ബിഗ് ബോസ് ഋഷീൻ്റെ അടുത്ത് പറയുന്നു, ഋഷി 9ാം ആഴ്ചയിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പോൾ ഋഷി ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ തീരുമാനങ്ങൾ എടുക്കേണ്ടതാണെന്നൊക്കെ. എന്ത് ബുദ്ധിപൂർവ്വം, ഋഷീനെ നേരത്തെ പാട്ട് പഠിപ്പിച്ച് നിർത്തിയിരിക്കുകയാണ്, ഇനി പാടിയാൽ മതി. അങ്ങനെ പവർ ടീമിനെ സെലക്ട് ചെയ്യാനായിട്ട് ഋഷീൻ്റെ അടുത്ത് പറയുകയാണ് ബിഗ് ബോസ്. അപ്പം ബിഗ് ബോസ് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു 6 പേരെ പവർ ടീമിൽ കയറ്റാനാണ്. റസ്മിൻ, അഭിഷേക്, നോറ, അൻസിബ, നന്ദന, സായി. അപ്പം ഇവരെല്ലാവരെയും വിളിച്ച് അവിടെ നിർത്തിയപ്പോഴത്തേക്കിനും ബിഗ് ബോസ് പറഞ്ഞു, ഋഷി പ്ലാനൊക്കെ നല്ലതായിരുന്നു, പക്ഷേ പിന്നെ ആൾക്കാരൊക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ, അംഗസംഖ്യ കുറവായതുകൊണ്ട് മിനിമം 4 പേരെ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്ന്. അങ്ങനെ റസ്മിൻ, അഭിഷേക്, നോറ, അൻസിബ ആ 4 പേരെ പവർ ടീമിലേക്ക് സെലക്ട് ചെയ്തു.
സെലക്ട് ചെയ്തതല്ല, മുൻപ് പ്ലാൻ ചെയ്ത് വെച്ചിരുന്നത് ഋഷി അതേപോലെ പറഞ്ഞു. പുതിയ പവർ ടീമിനെ ബാഡ്ജ് ധരിപ്പിച്ച് മറ്റേ മുൻവാതിൽ നിന്ന് ആനയിച്ച് പവർ റൂമിലേക്കൊക്കെ കയറ്റുകയാണ്. അത് കഴിഞ്ഞിട്ട് വീണ്ടും അൻസിബ ഋഷിക്ക് ക്ലാസ് എടുത്ത് കൊടുക്കുകയാണ് ഓരോ കാര്യത്തിനെ പറ്റി. ഇപ്പം മറ്റേ ശ്രീരേഖ ഇവിടെ പണിയെടുക്കാത്തവർ കുറേ പേരുണ്ട്, അവർ കൊണ്ടൊക്കെ പണിയെടുപ്പിക്കണം എന്നൊക്കെ ഉള്ളത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ മെയിൻ ഇന്നത്തെ കണ്ടൻറ്റ്, ജാസ്മിനും ജിൻഡോയും വഴക്ക്. ഇവരെല്ലാവരും കൂടെ പുറത്തിരിക്കുക, നന്ദന, ജാസ്മിൻ, ശ്രീരേഖ, അതേപോലെ ജിൻഡോ. അപ്പോൾ ജാസ്മിൻ നന്ദനയോട് പറയാണ്, ഗബ്രി ഉണ്ടല്ലോ, അവൻ അവിടെ എവിടെയും പോയി നുണയൊന്നും പറഞ്ഞ് നിൽക്കത്തില്ല, അവൻ പറയാനുള്ളത് മുഖത്ത് നോക്കി പറയും. ഇത് ജിൻഡോ അവിടെ ഇരിക്കുന്നത് കൊണ്ട് മനഃപൂർവ്വം ജാസ്മിൻ ജിൻഡോനിക്കിട്ട് തന്നെ വെച്ച് സംസാരിച്ചതാണ്. ജിൻഡോ വിടുവോ? ജിൻഡോ അതേൽ കയറി പിടിച്ചു. അങ്ങനെയല്ലല്ലോ, നീയും ഞാനും ജയിലിൽ കിടന്നിരുന്ന സമയത്ത് നിങ്ങൾ രണ്ടുപേരും കൂടി എന്നെപ്പറ്റി ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ജാസ്മിൻ്റെ സംസാര രീതിയും ആറ്റിറ്റ്യൂഡും അല്ലെങ്കിൽ ഇന്നത്തെ ഇതൊന്നും പറയാതിരിക്കാൻ നല്ലത്. ഒരാൾ എത്രത്തോളം അധപ്പതിക്കുക എന്നുള്ളതാണ് ജാസ്മിനെ കാണുമ്പോഴത്തേക്കിനും തോന്നുന്നത്. എന്താണ് ഈ കുട്ടി, ഇത് മനുഷ്യരോടൊന്നും സംസാരിച്ചിട്ടില്ല എന്ന് തോന്നിപ്പോവും ഈ വർത്തമാനവും പെരുമാറ്റവും ഒക്കെ കാണുമ്പോഴത്തേക്കും. അതിന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പം അതിനകത്ത് മെയിനായിട്ടുണ്ടായിരുന്നത് പിന്നെ ജിൻഡോ പറയാണ്, നീ ഒറ്റൊരുത്തി കാരണമാണ് അവനെ ഇവിടുന്ന് പോകാൻ കാരണമെന്ന്. അപ്പോൾ ജാസ്മിൻ ഉടനെ അത് എൻ്റെ മിടുക്ക്, അവൻ നിന്നാലും പോയാലും എൻ്റെ മിടുക്കെന്ന്. ജിൻഡോ അപ്പം തന്നെ അതേൽ കയറി പിടിച്ചു. ജാസ്മിൻ്റെ കയ്യിൽ നിന്ന് പോയിന്ന് അപ്പം തന്നെ മനസ്സിലാവുകയും ചെയ്തു. അങ്ങോട്ട് കയറി ചൊറിഞ്ഞ് മേടിച്ചതാണ് ജാസ്മിൻ. അപ്പോൾ ജിൻഡോ അതിൽ കയറി പിടിച്ചിട്ട് പറയണു, ശരിയാണ്, അത് നിൻ്റെ മിടുക്കാണ്, നീയാണ് അതിൽ മിടുക്കി, നിൻ്റെ ബുദ്ധിയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ജാസ്മിൻ്റെ കയ്യിൽ നിന്ന് പോയിട്ട്, എന്താ നീ പിന്നെ ജാൻമണീനെ പറഞ്ഞു വിട്ടില്ലേടാ, നീ കാരണമല്ലേടാ ജാൻമണി പോയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജിൻഡോൻ്റെ അടുത്ത്. പക്ഷേ ഇതിനിടയ്ക്ക് ഈ വഴക്കിട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ജാസ്മിൻ ജിൻഡോൻ്റെ അടുത്ത് പറയാം, നീ ഇരുന്ന് കുരയ്ക്കടാ എന്ന് പറഞ്ഞിട്ട് മറ്റേ ബഹു എന്ന് വെച്ചുകൊണ്ടിരുന്നുണ്ട്. തിരിച്ച് ജിൻഡോ അതേപോലെ ചെയ്തപ്പോൾ ജാസ്മിൻ പറഞ്ഞൊരു ഡയലോഗ് ആ കുറച്ച് സ്ഥലം അതേപോലെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് എപ്പിസോഡിൽ. ജിൻഡോ അതേപോലെ ആക്ട് ചെയ്തപ്പോഴത്തേക്കിനും പറയുകയാണ്, ഇപ്പം നിൻ്റെ ഫീച്ചറും ശബ്ദവും ഒരേപോലെയായി എന്നുള്ളത്. എപ്പിസോഡിൽ കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ വീക്കെൻഡ് എപ്പിസോഡിൽ ജാസ്മിൻ്റെ അടുത്ത് ചോദിക്കേണ്ടി വരും. അതൊക്കെ ജാസ്മിന് ഭയങ്കര വിഷമാവും എന്നറിയാവുന്നതുകൊണ്ടായിരിക്കും, എനിക്കറിയില്ല എന്താണ്. എപ്പിസോഡിൽ എന്തായാലും അത് കാണിച്ചിട്ടില്ല. അത് കഴിഞ്ഞിട്ട് നോമിനേഷൻ പ്രക്രിയയാണ്. അപ്പോൾ ബിഗ് ബോസ് പറയാണ്, അർഹതപ്പെട്ടവർ മാത്രമായിരിക്കണം മുന്നോട്ട് പോകേണ്ടത്, പ്രേക്ഷകരുടെ തീരുമാനത്തിന് തിരഞ്ഞെടുക്കപ്പെടാതെ ഒളിഞ്ഞിരുന്ന് കളിക്കുന്നവരല്ല. അപ്പോൾ എന്താണോ എന്തോ റസ്മിനെയൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. പ്രേക്ഷക പിന്തുണയോടെ മുന്നോട്ട് പോകുന്നതാണ് മത്സരം, അതുകൊണ്ട് യുക്തിപൂർവ്വം തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആദ്യം പവർ ടീമിനെ എവിക്ഷനിലേക്ക് വിടാനുള്ള ആളെ സെലക്ട് ചെയ്യാനായിട്ട് പറയുകയാണ്. അവർ നേരത്തെ തീരുമാനിച്ച് വെച്ചിരുന്നതായതുകൊണ്ട് നേരെ വന്നിട്ട് ശരണ്യേൻ്റെ പേര് പറഞ്ഞു. ഫെയർ ആയിട്ടുള്ള പേരാണ്, കാരണം ശരണ്യ വരണം. ശരണ്യ തീരെ അവിടെ ഒന്നും ഗെയിം കളിക്കാത്ത ആളാണ്. ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു ടാസ്ക് വന്നാൽ പോലും മാക്സിമം ഒളിഞ്ഞിരുന്നിട്ടൊക്കെ എങ്ങനെ എന്തെങ്കിലും രക്ഷപ്പെട്ട് പോകാമെന്നുള്ളത് ആലോചിക്കുന്ന ഒരാളാണ്. ഇതിൻ്റെ കൂടെ പുതിയ പവർ ടീമിനെ പറ്റിയിട്ടും കൂടെ ഒന്ന് പറഞ്ഞിട്ട് പോവാം. പവർ ടീമിൽ അൻസിബയുടെ അഭിപ്രായങ്ങളാണ് അവിടെ നടപ്പിലാക്കുന്നത്. അപ്പോൾ അൻസിബയാണ് കൂടുതലും അതിനകത്ത് അഭിപ്രായം പറയുന്നതും പവർ ടീമിനെ ഗൈഡ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നതും അൻസിബയാണ്. അൻസിബേനെക്കുറിച്ച് പറയാനാണെങ്കിൽ അൻസിബ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് അനലൈസ് ചെയ്ത് വെച്ചിട്ട് ഒരുപാട് ഒച്ചയും ബഹളമൊന്നും ഉണ്ടാക്കാതെ കിട്ടുന്ന അവസരങ്ങളിൽ ഷാർപ്പായിട്ട് അഭിപ്രായം പറയുക എന്നുള്ളതാണ്. അതിപ്പോൾ നോമിനേഷൻസിലാവാം, അല്ലെങ്കിൽ ലാലേട്ടൻ ചോദിക്കുന്ന സമയത്തൊക്കെ ആവാം അത് പറയുന്നത്. അപ്പോൾ പല രീതിയിലും ഗെയിം ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് അൻസിബ എന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ പവർ ടീമിൽ കയറിയതിന് ശേഷം അൻസിബ, നോറ, റസ്മിൻ ലൈവ് കണ്ടവർക്കറിയാം, മറ്റുള്ളവരുടെ കുറ്റം പറഞ്ഞ് വെറുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് നമുക്ക് ഒന്നോ രണ്ടോ പ്രാവശ്യം ഇപ്പോൾ മറ്റുള്ളവരെ പറ്റിയിട്ടൊരു അഭിപ്രായം പറയുന്നതിൽ ഇപ്പോൾ നമുക്ക് പരദൂഷണം എന്നും അല്ലെങ്കിൽ അത് വെറുക്കേണ്ട ആവശ്യമാണെന്നൊന്നും പറയാനില്ല. അവരുടെ അഭിപ്രായം മറ്റുള്ളവരെ കുറിച്ച് ഇന്നതാണെന്ന് പറയാം. പക്ഷേ ഇത് ഒരു വെറുപ്പിക്കുന്ന രീതിയിൽ മെജോറിറ്റി ടൈമും ഇവർ മൂന്നും കൂടി ആ താമരയിലിരുന്നിട്ട് മറ്റുള്ളവരെ പറ്റിയിട്ട് ഈ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കലാണ് പണി. അത് ഭയങ്കര വെറുപ്പിക്കലാണ്. അപ്പം ഒരു പോസിറ്റീവ് സൈഡ് ഉണ്ടെങ്കിലും ഇത് നല്ലതുപോലെ വെറുപ്പിക്കുന്നുണ്ടെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതേപോലെ തന്നെ ഋഷീനെ ഈ ക്ലാസ് എടുത്ത് പറഞ്ഞ് പഠിപ്പിച്ച് പറയിപ്പിക്കുന്നത് അത് ഋഷി നിന്ന് കൊടുത്തിട്ടാണ്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അൻസിബ പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു, അത് എപ്പിസോഡിൽ കണ്ടില്ല. നമ്മൾ ഋഷീനെ ഒരു പപ്പറ്റാന്ന് പറയിപ്പിക്കാൻ പാടില്ല. അവൻ അങ്ങനെയല്ല, നമ്മൾ ആര് ചോദിച്ചാലും അത് സമ്മതിച്ചു കൊടുക്കാൻ പാടില്ല.
പിന്നെ നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുന്നവർ കാണുന്നതല്ലേ. ഋഷി പറയുന്നത് മൊത്തം മനസ്സിൽ പഠിപ്പിച്ചെടുത്ത കാര്യമാണ്, പുതിയതായിട്ട് ഒന്നും ആ ചെറുക്കൻ പറയുന്നില്ല. അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ പവർ ടീമിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഭിപ്രായമൊക്കെ അപ്പോൾ പറയാം. അപ്പോൾ ഇവിടെ നോമിനേഷൻ പ്രക്രിയയിലേക്ക് വന്നാൽ, അത് കഴിഞ്ഞിട്ട് പവർ ടീം ശരണ്യനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഓരോരുത്തരെയായിട്ട് നോമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വിളിക്കുകയാണ്. ആദ്യം സിജോയാണ് പോകുന്നത്. സിജോ ശ്രീരേഖനെ പറ്റിയിട്ടാണ് പറയണത്. ആക്ടിംഗ് ഒക്കെ നല്ല ഇതിൽ ചെയ്യും, പക്ഷേ ആസ് എ ഗെയിമർ എപ്പോഴും ഇങ്ങനെ ക്വിറ്റ് ചെയ്ത് പോകണം അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുന്നത് കൊണ്ട് ശ്രീരേഖ. അത് കഴിഞ്ഞിട്ട് അപ്സര ഗെയിമിൽ ഡൗൺ ആണ്, അതുകൊണ്ട് അപ്സരേൻ്റെ പേര്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം നോമിനേഷനിൽ വന്നിട്ടില്ല എന്നും പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ജാസ്മിൻ ശ്രീതുവിൻ്റെ പേരും ജിൻഡോൻ്റെ പേരുമാണ് പറയുന്നത്. ശ്രീതു ഭാഗ്യം കൊണ്ട് നോമിനേഷനിൽ വരാതെ ഇങ്ങനെ നിന്ന് പോവാണ്, ഗെയിമൊന്നും പുറത്തേക്ക് കാണാനില്ല. ജിൻഡോ കളിക്കുന്ന രീതി ജാസ്മിൻ ഇഷ്ടമല്ല, അതുകൊണ്ട് ജിൻഡോനെ. അത് കഴിഞ്ഞിട്ട് ശ്രീരേഖയാണ് വരുന്നത്. ശ്രീരേഖ ജിൻഡോനെയും അർജുനെയാണ് നോമിനേറ്റ് ചെയ്യുന്നത്. ജിൻഡോ യാതൊരു കാര്യത്തിലും കൃത്യമായ നിലപാടില്ല, പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നു. അർജുനാണെങ്കിൽ ഗ്രൂപ്പിൻ്റെ കൂടെയൊക്കെ ഗെയിം കളിക്കുന്നുണ്ട്, പക്ഷേ സ്വന്തമായിട്ട് അഭിപ്രായങ്ങളൊന്നും പറയാതെ നിൽക്കുന്നു എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് സായി വന്ന് ശ്രീരേഖേനെയും ശ്രീധുവിനെയാണ് പറയുന്നത്. ശ്രീരേഖ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയതുപോലെ തോന്നുന്നു, ഗെയിം എങ്ങനെയൊക്കെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നൊന്നും അറിയാത്തതുപോലെ. ശ്രീധുവിൻ്റെ പെർഫോമൻസ് ഭയങ്കര വീക്കാണ്. ക്യാപ്റ്റൻ ആയിരുന്ന വീക്കിൽ നന്നായിട്ട് പെർഫോം ചെയ്തു, പക്ഷേ ഇപ്പോൾ പെർഫോമൻസ് തീരെ ചെയ്യുന്നില്ല എന്ന്. അത് കഴിഞ്ഞിട്ട് നന്ദന ശ്രീരേഖേനെയും ശ്രീധുവിനെയാണ് പറയുന്നത്. ശ്രീരേഖ കഥയുണ്ടാക്കി പറയണ വ്യക്തിയാണ്. അപ്പോൾ ഐസ്ക്രീം കേസിലൊക്കെ ആവശ്യമില്ലാത്ത ഒരു സീനാവാത്തതിനൊക്കെ ഇങ്ങനെ പറഞ്ഞ് പ്രശ്നമാക്കിയെന്ന്. ശ്രീധു സേഫ് ഗെയിമാണ്, ഒതുങ്ങിക്കൂടുന്നത് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ശ്രീധുവിനെ. അപ്സര സിജോനെയും ശ്രീധുവിനെയാണ് പറയുന്നത്. സിജോ രണ്ടാമതൊരു അവസരം കിട്ടിയ ഒരാളാണ്, അപ്പോൾ കുറേ വാഗ്ദാനങ്ങൾ തന്നു, പക്ഷേ സേഫ് ഗെയിം കളിക്കുന്നു എന്നാണ് അപ്സര പറയുന്നത്. അതേപോലെ ശ്രീധു ക്യാപ്റ്റൻസി ഉണ്ടായിരുന്ന വീക്കിൽ നന്നായിട്ട് പോയിരുന്നു, പക്ഷേ ഇപ്പോൾ സേഫ് ഗെയിമാണ് എന്ന് പറയുന്നു. ശരണ്യ വന്നിട്ട് നന്ദനേനെയും ശ്രീരേഖനെയാണ് നോമിനേറ്റ് ചെയ്യുന്നത്. നന്ദന ഭയങ്കര ഇമ്മെച്ചുവർഡായിട്ട് ഫീൽ ചെയ്യുന്നു, ഗെയിം രീതിയിലുള്ള സ്ട്രാറ്റജീസ് ഒന്നും യൂസ് ചെയ്യുന്നത് കാണുന്നില്ല എന്ന് ശരണ്യയാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ശരണ്യ ശ്രീരേഖനെ നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. ശ്രീരേഖ ഏത് ഗ്രൂപ്പിൽ നിൽക്കണമെന്നൊന്നും കൺഫ്യൂഷനായിട്ട് നിൽക്കുന്നു, അതുപോലെ ക്ലാരിറ്റി ഇല്ലാത്തൊരു സ്വഭാവമാണ് എന്ന് ശരണ്യ പറയുന്നു. അത് കഴിഞ്ഞിട്ട് ജിൻഡോ ശ്രീരേഖേനെ നന്ദനയാണ് പറയുന്നത്. ശ്രീരേഖ കുറച്ച് നാളായി നോമിനേഷനിൽ വന്നിട്ട്, അതുകൊണ്ട് ശ്രീരേഖ നന്ദനയും അതേപോലെ തന്നെ നോമിനേഷനിൽ വന്നിട്ട് കുറച്ചിതായി, അപ്പോൾ രണ്ടുപേരും ജനവിധി നേരട്ടെ. ശ്രീധു വന്നിട്ട് നന്ദനേനെയും അപ്സരേനെയാണ് പറയുന്നത്. നന്ദന ഈ കളിച്ച് ചിരിച്ച് ഇങ്ങനെ നിന്ന് പോകുന്ന ഒരാളാണ്, ഗെയിമൊന്നും കളിക്കുന്നതായിട്ട് തോന്നുന്നില്ല എന്ന്. അപ്സര സ്റ്റാർട്ടിങ്ങിൽ നന്നായിട്ട് കളിച്ചിരുന്നു, ഇപ്പോൾ ഗെയിം താഴെ പോകുന്നു. അത് കഴിഞ്ഞിട്ട് അർജുൻ വന്നിട്ട് ശ്രീരേഖേനെ നന്ദനയും പറയുന്നു. ശ്രീരേഖ ഭയങ്കര ഇൻവിസിബിളായിട്ട് ഫീൽ ചെയ്യുന്നു, നന്ദന ഗ്രാഫ് ഭയങ്കര താഴത്തോട്ട് പോകുന്നു എന്ന്. പിന്നെ വന്നത് നോറ വന്നിട്ട് ശ്രീധുവിനെയും ജിൻഡോനെയും പറയുന്നു. ശ്രീധു ഇൻവിസിബിളാണ്, സേഫ് ഗെയിം. ജിൻഡോ സ്ത്രീകളെ താഴ്ത്തിക്കെട്ടി സംസാരിക്കുന്നു, അപ്പോൾ സ്ത്രീകൾ ഒന്നുമല്ല, സ്ത്രീകൾക്ക് എവിടെ എത്താൻ കഴിയില്ല എന്നൊക്കെയുള്ള രീതിയിൽ ഉള്ള സംസാരം. പിന്നെ അഭിഷേകും ശ്രീരേഖേനെയും ശ്രീധുവിനെയാണ് പറയുന്നത്. ശ്രീരേഖ ഒരു ബിഗ് ബോസ് മെറ്റീരിയലായിട്ട് ഫീൽ ചെയ്തിട്ടില്ല, അതേപോലെ ശ്രീധു സേഫ് ഗെയിം കളിക്കുന്നു. റസ്മിൻ വന്നിട്ട് സിജോനെയും ശ്രീരേഖേനെയും പറയുന്നു. സിജോ ഭയങ്കര മാസ് ഡയലോഗൊക്കെയാണ്, അല്ലാതെ ഗെയിമിലൊന്നും ആക്റ്റീവ് അല്ല, പിന്നെ പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നു എന്ന്. ശ്രീരേഖ സേഫ് ഗെയിം കളിക്കുന്നു, അതുകൊണ്ട് ശ്രീരേഖേനെയും. അൻസിബ വന്നിട്ട് ശ്രീരേഖേനെയും ശ്രീധുവിനെയാണ് പറയുന്നത്. അൻസിബ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഇവരുടെ കാര്യങ്ങൾ പറഞ്ഞിട്ട് നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. ശ്രീരേഖേൻ്റെ കാര്യത്തിൽ റീസൺ പറയുന്നത്, ബിഗ് ബോസിൽ അവർ കളിക്കുന്ന ഗെയിം വളരെ മോശമാണ്, കാരണം അവർ സൈക്കോളജിയൊക്കെ പഠിച്ച കാര്യമാണ്, അപ്പം ഇമോഷണൽ സ്ട്രാറ്റജി യൂസ് ചെയ്യുന്നു, അപ്പോൾ പഠിച്ചൊരു കാര്യത്തിനെ ഇങ്ങനെ മോശമായ രീതിയിൽ ഉപയോഗിക്കുന്ന കാരണത്താൽ പിന്നെ ശ്രീരേഖേനെ. അതേപോലെ ശ്രീധുവിനെ പറയുന്ന റീസൺ, ഒരു കണ്ടസ്റ്റൻ്റ് എന്നുള്ള രീതിയിൽ ഒരു കാര്യം വന്നാൽ അഭിപ്രായം പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്ത രീതിയിലൊക്കെ ഇങ്ങനെ സംസാരിച്ച് നിൽക്കും. കാഴ്ചയിൽ വിസിബിളായിട്ട് തോന്നുമെങ്കിലും പക്ഷേ ഇൻവിസിബിളാണ്, അതുകൊണ്ട് ശ്രീധുവിൻ്റെ പേര്. അവസാനം ഋഷി വന്നിട്ട് നന്ദനേനെയും സിജോനെയാണ് പറയുന്നത്. നന്ദന ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കൊക്കെ കയറി അത് വള്ളി പിടിച്ച് വലുതാക്കുന്നു എന്നുള്ളതാണ്. സിജോ കാട്ടുതീ ആയിട്ട് വന്നു, പക്ഷേ ഒന്നും കാണാനില്ല, അതുകൊണ്ട് സിജോനെ. അങ്ങനെ നോമിനേഷൻ അവസാനിക്കുമ്പോൾ ഉൾവലിയൽ, ഗെയിമിൽ പുരോഗതിയില്ലായ്മ എന്നുള്ള കാരണത്താൽ അപ്സര 2 വോട്ടോടുകൂടി നോമിനേഷനിൽ വന്നിരിക്കുകയാണ്. സ്ത്രീകളെ തരം താഴ്ത്തി സംസാരിക്കുക, പരസ്പര വിരുദ്ധമായി സംസാരിക്കുക എന്നീ കാരണങ്ങളാൽ 3 വോട്ടുകൾ നേടി ജിൻഡോ നോമിനേഷനിൽ വന്നിട്ടുണ്ട്.
കപട വാഗ്ദാനം, തെറ്റിദ്ധരിപ്പിക്കൽ 3 വോട്ട് സിജോയ്ക്ക്. അനാവശ്യ ഇടപെടൽ, പക്വതയില്ലായ്മ നന്ദനയ്ക്ക് 5 വോട്ട്. ഇൻവിസിബിള്, സേഫ് ഗെയിം, ഭാഗ്യം കൊണ്ട് മാത്രം നിലനിൽക്കൽ അങ്ങനെ 7 വോട്ട് ശ്രീധുവിന്. ഇമോഷണൽ സ്ട്രാറ്റജി, വ്യക്തതയില്ലാത്ത വ്യക്തിത്വം 9 വോട്ടോടുകൂടി ശ്രീരേഖ. പിന്നെ പവർ ടീം ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്ത ശരണ്യ. 7 പേര് നോമിനേഷനിൽ. അർജുനും സായിയും ജാസ്മിനും നോമിനേഷനിൽ വരാതെ രക്ഷപ്പെട്ടു. ലാസ്റ്റ് ലോയിഡ് എസിൻ്റെ ഒരു സ്പോൺസർ ടാസ്ക് ആയിരുന്നു. അതിൽ അപ്സര, ജിൻഡോ ഒക്കെ ഉള്ളൊരു ടീമാണ് വിൻ ചെയ്തത്. അവർ നന്നായിട്ട് പെർഫോം ചെയ്തു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കണ്ടിരിക്കാൻ. അത് കഴിഞ്ഞിട്ട് നാളത്തെ ടാസ്കിൻ്റെ, അതായത് ബിഗ് ബോസ് ഹോട്ടലിൻ്റെ ടാസ്ക് ലെറ്റർ സിജോ വായിക്കുന്നുണ്ട്. അപ്പം ഒഴിവുകളുള്ള ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ആളെ എടുക്കുന്നുണ്ട്. അതിലൊക്കെ വന്ന് ഓരോരുത്തരെയും സെലക്ട് ചെയ്യുക, ആരൊക്കെ എന്തിലൊക്കെയാണ് വരേണ്ടതെന്നൊക്കെ ഉള്ളത്. ടാസ്ക് എന്തായാലും നാളെ കാണാം. സാബുമോൻ ഗസ്റ്റായിട്ട് കയറിയിട്ടുണ്ടെന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. എന്തെങ്കിലുമൊക്കെ നടന്നാൽ മതിയായിരുന്നു. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. നാളത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ട് കാണാം. ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.